സമസ്തക്ക് വേണമെങ്കിൽ ഇപ്പം 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് പുതിയൊരു ഓഫർ, സമസ്ത 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് പുതിയൊരു ഓഫർ പ്രഖ്യാപിക്കുക. സമസ്ത ഒറ്റയടിക്ക് ഈ 11,000 എന്നുള്ളത് ഒരു 25,000 ആക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഓഫർ എന്താണ്? ഓഫർ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ സിലബസ്, അതിന്റെ പാഠ്യപദ്ധതി ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും സ്വീകാര്യമായ, അവരുടെ മക്കൾക്കൊക്കെ പഠിക്കാൻ കഴിയുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയായിട്ടാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ മദ്രസയിലേക്ക് വരണം എന്നൊരു ഓഫർ പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഉണ്ടാകും? സകല മുജാഹിദ് ജമാഅത്ത് മദ്രസ കമ്മിറ്റിക്കാരൊക്കെ പറയും, സംഗതി നമ്മുടെ കുട്ടികൾക്കും പഠിക്കാന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ നമ്മുടെ കുട്ടി അവിടെ ചേർക്കാം, നമ്മൾ വെറുതെ ഈ കാശ് എന്ന് പറയും. വളരെ സൗകര്യമാണ് എല്ലാവർക്കും. കാരണം എന്താണ്? എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു ജനറൽ മദ്രസ സിലബസ്. ഖുർആനിൽ മാറ്റില്ല, നിസ്കാരത്തിന്റെ വക്തിൽ മാറ്റില്ല, അങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലും ആരാധനാ മുറകളിലും ഒന്നും മാറ്റമില്ല. അപ്പൊ അവർക്കെല്ലാം സ്വീകാര്യമായ രീതിയിലുള്ള ഒരു സിലബസ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ 11,000, 20,000, 25,000 ആവും. കാരണം എല്ലാവർക്കും സൗകര്യമായി. അതിനുവേണ്ടി വേറെ പിരിവെടുക്കേണ്ടതില്ല, വേറെ വരിസംഖ്യ പിടിക്കേണ്ടതില്ല, വേറെ മദ്രസാധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ടതില്ല. അതിനുവേണ്ടി ഒരുപാട് ഭാരം മറ്റു സംഘടനകൾക്ക് ഒഴിഞ്ഞു കിട്ടും. പക്ഷെ സമസ്ത അങ്ങനെ ഓഫർ ഇട്ടിട്ടില്ലല്ലോ. എന്താണ് കാരണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രീ സ്കൂൾ മുതൽ, അതിന്റെ അൽബിർ ആണെങ്കിലും അതിന്റെ പ്രീ സ്കൂൾ ആണെങ്കിലും അസ്മി ആണെങ്കിലും അതിന്റെ KG ലെവലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ മദ്രസകളാണെങ്കിലും അറബിക് കോളേജുകളാണെങ്കിലും ദർസുകളിലാണെങ്കിലും ഏത് പാഠ്യപദ്ധതിയാണെങ്കിലും അവിടെയെല്ലാം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ അനുസരിച്ചായിരിക്കണം ഈ കുട്ടികൾ പഠിച്ചു വളരേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, യാതൊരു തർക്കവുമില്ല. അത് കണിശമായിട്ട് തുടരും. എന്താ കാരണം? സമസ്തയുടെ ലക്ഷ്യം മദ്രസയുടെ എണ്ണം കൂട്ടലല്ല, സമസ്തയുടെ ലക്ഷ്യം ദർസുകളുടെ എണ്ണം കൂട്ടലല്ല. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചിട്ട് ഇതാ ഇത്ര കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടലല്ല. പഠിക്കുന്ന കുട്ടികൾ അത് അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭയിൽ വിശ്വാസമർപ്പിച്ച രക്ഷിതാക്കളുടെ മക്കളാണ്. ആ രക്ഷിതാക്കളും മക്കളും ആഗ്രഹിക്കുന്ന എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് എന്റെ കുട്ടി പഠിച്ചു വളരണം. ആ ആദർശബോധമുള്ള ഒരു വ്യക്തിത്വം മാത്രമല്ല, ആദർശബോധമുള്ള ഒരു കുടുംബ സംവിധാനത്തിലേക്ക്, ഒരു സാമൂഹ്യ സംവിധാനത്തിലേക്കാണ് ആ സ്ഥാപനങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് എല്ലാ മദ്രസകളും ഒരുപോലെയല്ല, എല്ലാ അറബിക് കോളേജുകളും ഒരുപോലെയല്ല, എല്ലാ മതവിദ്യാഭ്യാസവും ഒരുപോലെയല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന മതവിദ്യാഭ്യാസം അത് സമസ്തയുടെ മതവിദ്യാഭ്യാസം, അത് വേറിട്ട മതവിദ്യാഭ്യാസമാണ്.